SIDH പോർട്ടലിൽ KYC വെരിഫൈ ചെയ്യുന്ന സ്റ്റെപ്പുകൾ. ആദ്യം തന്നെ ഗൂഗിളിൽ SIDH എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ SIDH പോർട്ടലിൻ്റെ വെബ്സൈറ്റ് വരുന്നതായിരിക്കും. ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്ത് SIDH പോർട്ടലിൻ്റെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാം. ഏറ്റവും മുകളിലായിട്ട് ഒരു ലോഗിൻ എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും. ആ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിൽ DGT എക്കോസിസ്റ്റം അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഏറ്റവും മുകളിലായിട്ട് വീണ്ടും ഒരു ലോഗിൻ കാണാം. അതിൽ എടുത്തതിന് ശേഷം അതിൽ മൂന്നാമത്തെ ടാബ് ITI NSTI അപ്രൂവർ എന്ന്, അതിൽ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ നമ്പർ അടിക്കാനുള്ളതാണ്. അപ്പോൾ അപ്രൂവറുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ഈ ഒരു ഭാഗത്ത് ഇനി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെയുള്ള കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച പാസ്വേഡ് ഉണ്ടാവും. ആ പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും സബ്മിറ്റ് ബട്ടൺ ഞെക്കുക. സബ്മിറ്റ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഒരു OTP വരും. രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലും ഇമെയിലും വരും. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്രൂവർ IDയിലേക്ക് ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മേലെയുള്ള എക്സാമിനേഷൻ എന്നുള്ളത് അഡ്മിഷൻ എന്ന ഭാഗത്തിലേക്ക് മാറ്റുക. അതിനുശേഷം താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ട്രെയിനി വെരിഫിക്കേഷൻ എന്നുള്ള ഒരു ടാബ് കാണാം. അതിൻ്റെ വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഏത് ട്രെയിനിനാണോ ആവശ്യമുള്ളത് ആ ട്രെയിനിയുടെ പേരിന് നേരെയുള്ള വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ട്രെയിനിയുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഇവിടെ കൊടുക്കുക. അതിനുശേഷം വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി ട്രെയിനിയുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യലാണ്. അതിന് ആ ക്യാപ്ചർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഇതിൽ നമ്മൾ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം താഴെയുള്ള സ്നാപ്പ് ഫോട്ടോ എന്നുള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം താഴെയുള്ള അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി ഈ ഫോട്ടോ മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ റീക്യാപ്ചർ എന്നുള്ളൊരു ബട്ടൺ കാണാം. അത് വീണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ ഫോട്ടോ എടുത്താൽ മതി. അവിടെ ഉള്ള ആ ഒരു ടിക്ക് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോ മാറ്റാൻ പറ്റില്ല. അതിനുശേഷം ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്ലോഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു മെസ്സേജ് കാണിക്കും സക്സസ്ഫുള്ളി അപ്ലോഡ് എന്നിട്ട്. അതിനുശേഷം ഇനി ആധാർ KYC വെരിഫിക്കേഷനാണ്. അപ്പോൾ അവിടെ വീണ്ടും ഒരു ടിക്ക് ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു സ്ക്രീൻ വരും. അതിൽ ആധാർ നമ്പർ, ട്രെയിനിൻ്റെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ആ ഒരു ഭാഗത്ത് ട്രെയിനിൻ്റെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെയുള്ള ആ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ജനറേറ്റ് OTP കൊടുക്കുക. അപ്പോൾ ട്രെയിനിയുടെ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP അവിടെ കൊടുക്കുക. വെരിഫിക്കേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. വെരിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ട്രെയിനിയുടെ മൊബൈലിലേക്ക് ഒരു SMS വരുന്നതായിരിക്കും. PRN നമ്പർ ജനറേറ്റഡ് എന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ സ്ക്രീനിൽ ഒരു ടിക്ക് ബട്ടൺ കാണിക്കുകയും ചെയ്യും. PRN നമ്പർ ജനറേറ്റഡ് എന്നുണ്ട്. ഇതാണ് KYC ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ.